ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിബീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഊട്ടിയിൽ ടൂർ വരുന്ന എല്ലാവരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഊട്ടി ബോട്ട് ഹൗസ്. ഊട്ടിയിൽ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമേ ഈ ഊട്ടി ബോട്ട് ഹൗസിലേക്കുള്ളൂ. ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫീ 20 രൂപയാണ്. ബോട്ടിൽ കയറണമെങ്കിൽ വേറെ ബുക്കിംഗ് കൗണ്ടറൊക്കെ ഉണ്ട്, അത് അകത്ത് തന്നെയുണ്ട്. നമ്മളവിടെ കയറി ബോട്ടിനൊക്കെ ബുക്ക് ചെയ്യണം. പെഡസ്റ്റർ ബോട്ടാണേലും നോർമൽ ബോട്ടാണേലും കൂടുതൽ ആൾക്കാരും പെഡസ്റ്റർ ബോട്ട് ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. കുതിര സവാരിയും കുട്ടികൾക്കുള്ള പാർക്കും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ബോട്ട് ഹൗസിൽ തന്നെ ഒരു മിനി റെയിൽവേ സ്റ്റേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു അട്രാക്റ്റീവ് ഏരിയ ആണ്. ഒരാൾക്ക് 50 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജായിട്ട് ഈടാക്കുന്നത്. ഏകദേശം 2-2.5 കിലോമീറ്റർ ട്രെയിൻ പോവും. 15-20 മിനിറ്റാണ് ട്രാവൽ ടൈം. ഇത് ഈ ബോട്ട് ഹൗസിലെ തന്നെ ഒരു ടോയ് ട്രെയിനാണ്. ഒറിജിനൽ ഊട്ടി ട്രെയിനിൽ കയറണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിക്കും പിന്നെ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തിനുമാണ് ആ ടോയ് ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. നല്ല സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ നേരിട്ട് അവിടെ ചെന്ന് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല. ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യണം, കാരണം അവിടുത്തെ ദിവസക്കോട്ട കഴിഞ്ഞു പോകും. ഈ ടോയ് ട്രെയിനിലെ യാത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡിലെ ലേക്കിലെ ബോട്ടിലൊക്കെ സഞ്ചരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പൈൻ മരത്തോട്ടത്തിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അത് തന്നെയല്ല, പോകുന്ന വഴിക്ക് 1-2 ഗുഹകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്യും. ഇവിടെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരു ട്രെയിനിൽ നിന്ന് നമ്മൾ സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങാൻ പോകുന്ന പോലെ തന്നെ ആ ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഊട്ടി വരുന്ന എല്ലാവരും ഈ ബോട്ട് ഹൗസിൽ പോയി എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്